വന്ന വൈൽഡ് കാർഡ് എല്ലാവരും അൻസിബേനെ നെഗറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. കട്ടിൽ റാണിയാണ് അൻസിബ എന്നും അൻസിബ ചേച്ചി കീ കൊടുക്കുന്ന ഒരു പാവയാണ് ഋഷി എന്നും രാജതന്ത്രമാണ് അൻസിബയുടെ കളിയെന്നും ഇനാക്റ്റീവ് ആണെന്നും ഒക്കെയുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് അൻസിബേനെ പറയുകയുണ്ടായി. ഇതുകൊണ്ട് നന്നായിട്ട് തന്നെ ട്രിഗർ ആയിരിക്കുകയാണ് അൻസിബ. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ബെഡ്സിബ എന്നാണ് അൻസിബേനെ പറയുന്നത്. ആ അൻസിബ ഇപ്പൊ എണീറ്റിരിക്കുകയാണ്. 2 ദിവസമായിട്ട് നന്നായിട്ട് കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്സര തന്നെയാണ് സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് എന്ന് മനസ്സിലാക്കിയ അൻസിബ അപ്സരക്കെതിരെ തന്നെയാണ് കളികൾ തുടങ്ങിയിരിക്കുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള അപ്സരയുടെ സൈഡ് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ് അൻസിബയുടെ കളികൾ അവിടെ നടക്കുന്നത്. അൻസിബയും അപ്സരയും തമ്മിൽ മെയിൻ ആയിട്ട് ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം എന്നാൽ മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്ത് ജാൻമണി മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് വരുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും കൂടി നിൽക്കും, ജാൻമണിയെ വിളിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പവർ ടീമിലുള്ളവർ പറഞ്ഞു ഇനി എല്ലാവരും പോയി അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവിടെ വെച്ച് അപ്സര കാണിച്ചൊരു ആക്ഷൻ അൻസിബയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പട്ടികളെയൊക്കെ വിളിക്കുന്ന പോലെയാണ് അപ്സര അൻസിബനെ വിളിച്ചത് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടർ മീറ്റിംഗ് ടാസ്കിൽ വെച്ചിട്ട് അൻസിബ അത് പറഞ്ഞത്. അപ്സര എന്നാൽ അതിനുശേഷം അൻസിബോട് സോറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുകയുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പ് അപ്സര എല്ലാവരോടും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ വളരെ ചിരിച്ച് അതൊക്കെ പറഞ്ഞു തീർക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ അൻസിബയോട് അത് അപ്സര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അൻസിബ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ അപ്സരയെ ഒന്നും അൻസിബയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അതുപോലെ തന്നെ അതുകൊണ്ട് അവർക്കും തിരിച്ചു ഇഷ്ടമല്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. ഇന്നും അതുപോലെ തന്നെ അൻസിബോട് പവർ ടീം പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അൻസിബ ചെയ്തിട്ടില്ല. അപ്സര പറയുന്ന ഒരു കാര്യം ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞ അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിലാണ് പവർ ടീം എല്ലാവരും ചെന്ന് പറഞ്ഞിട്ട് അൻസിബ നിൽക്കുന്നത്. അൻസിബ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്ത് ഇതിന്റെ പേരിൽ വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനത് ഏറ്റെടുത്തോളാം എന്നൊക്കെയാണ് അൻസിബ പറയുന്നത്. എല്ലാവരും തന്നെ അൻസിബയുടെ മുമ്പിൽ മുട്ടുകുത്തി പോലെയായി. ലാസ്റ്റ് പവർ ടീം അൻസിബയ്ക്ക് പണിഷ്മെന്റ് പറഞ്ഞേക്കുവാണ്. നാളത്തെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ സംഭവമല്ല എല്ലാവരും വിളിച്ച് കൊണ്ടുവരേണ്ടതൊക്കെ അൻസിബയാണ്. അങ്ങനെ അവരത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ ഇനി അൻസിബനെ ജയിലിലേക്ക് തന്നെ വിടാമെന്ന് അപ്സര അതിനുശേഷം പവർ റൂമിൽ വെച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അൻസിബ. ഋഷിയോട് അൻസിബ ഇതിനെപ്പറ്റി ഓൾറെഡി പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അൻസിബ. അൻസിബ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അൻസിബ പറയുകയാണ് ഋഷിയോട് ഇവർക്ക് അറിയാം ഞാൻ നാളെ ഈ പണിഷ്മെന്റ് ചെയ്യില്ലാന്നും ഇവരെ എന്നെ ജയിലിലേക്ക് വിടാനായിരിക്കും അടുത്തായിട്ട് നോക്കുന്നതെന്നും. എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകും, അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞ പണിഷ്മെന്റ് ചെയ്യും, അത് ബിഗ് ബോസ് ആണല്ലോ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് അൻസിബ ഇരിക്കുന്നത്. അതിനുശേഷം സിബിൻ അവിടെ അപ്സരോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ടീമാണ് പവർ ടീം. അപ്സര ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ എങ്ങനെയായാലും ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സോൾവ് ചെയ്യേണ്ടത് പവർ ടീമിന്റെ ഉത്തരവാദിത്തമാണെന്നോ അപ്സരയുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അപ്സര പറയുന്നത് ഞാനൊരു വ്യക്തിയാണ്, എല്ലാം എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ ഇതിന് മുമ്പ് അപ്സര അങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷേ ഈ ഇഷ്യൂല് ഭയങ്കരമായിട്ട് പേഴ്സണൽ ഗ്രഡ്ജ് അപ്സര വയ്ക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ പവർ ടീംകാരെ കുറിച്ച് ഓവറാണോ? നിങ്ങൾ ആരുടെ സൈഡിലാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ.